വെൺമണി കൃഷ്ണൻ നമ്പൂതിരി ഇന്നിവിടെ ആധ്യാത്മിക രാമായണത്തെക്കുറിച്ച് പ്രഭാഷണം നടത്താനായിട്ട് നമ്മളെ അനുഗ്രഹിക്കാനായിട്ടൊക്കെ എത്തിയിരിക്കുന്നു. അദ്ദേഹം എറണാകുളം ജില്ലയിൽ തിരുവൈരാണിക്കുളം എന്നൊരു അമ്പലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ അടുത്ത് വെൺമണി എന്നൊരു ഇല്ലുണ്ട്. വളരെ പ്രസിദ്ധമായ വെൺമണി കവികളൊക്കെ ധാരാളം ഉണ്ടായിരുന്ന, പാരമ്പര്യമായിട്ട് തന്നെ വളരെ സംസ്കൃത വിദ്യാഭ്യാസവും കവിത്വവും ഒക്കെ ഉള്ളൊരു കുടുംബത്തിൽ ജനിച്ച ഒരു പുണ്യാത്മാവാണ് അദ്ദേഹം. അദ്ദേഹം 3 വയസ്സ് മുതൽ അദ്ദേഹം ഭാഗവതം അച്ഛൻ്റെ കൂടെ ഭാഗവത പാരായണമായിട്ട് ഭാഗവതം പഠിച്ച് സംസ്കൃതം പഠിച്ച് 14 വയസ്സിലാണ് അദ്ദേഹത്തിന് ഔപചാരിക വിദ്യാഭ്യാസം സ്കൂളിൽ ചേർന്ന് പഠിക്കാനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ 3 വയസ്സ് മുതൽ 14 വയസ്സ് വരെ അദ്ദേഹം സംസ്കൃതവും ഭാഗവതവും എല്ലാം ശരിക്കും ഹൃദിസ്ഥമാക്കിയതിന് ശേഷമാണ് നമ്മുടെ ഇപ്പോൾ ഒരു സ്കൂളിൽ ചേരുന്നത്. അങ്ങനെ സ്കൂളിൽ ചേർന്ന് അദ്ദേഹം MA ഈ സംസ്കൃത MAയും BEഡും പാസ്സായതിനു ശേഷം അദ്ദേഹം വിവിധ കോളേജുകളിലും ഒക്കെ അധ്യാപകനായി ജോലി ചെയ്ത് 2006 സർവീസിൽ നിന്ന് വിരമിച്ചു. ഇദ്ദേഹം ഇവിടെ എത്തിയത് നമ്മുടെ അനുഗ്രഹിക്കാനായിട്ടാണ്. വളരെ നല്ല പ്രഭാഷണം രാവിലെ ഒരെണ്ണം എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിഞ്ഞു. ഈ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും അന്തസത്തയിലേക്ക് ഇറങ്ങിച്ചെന്ന് വേണ്ട രീതിയിൽ അതിൻ്റെ ആ ഉൾക്കാമ്പ് എന്താണ് എന്ന് നമുക്ക് പറഞ്ഞു തരാൻ കഴിവുള്ള ഒരു മാന്യദേഹമാണ് അദ്ദേഹം. എല്ലാവരും സശ്രദ്ധം കേൾക്കണം. എന്നിട്ട് ഈ രാമായണ തത്വം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ഈ രാമായണ മാസത്തിൽ ഇദ്ദേഹത്തെ ഇവിടെ കിട്ടിയത് എല്ലാവരും ശരിക്കും പറഞ്ഞ ഒരു പുണ്യാത്മാക്കളാണ്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് അത് കാണാൻ പറ്റുന്നത് തന്നെ, അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗവതം നമുക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ തന്നെ 1 വർഷം മുമ്പെങ്കിലും പറയണം. അത്രയ്ക്കേറെ ഈ ഫീൽഡിൽ ഡിമാൻഡുള്ളൊരു മാന്യദേഹവും കൂടിയാണ് അദ്ദേഹം. ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാമിജിയുടെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ധ്യായാമോ ധവളാവഗുണ്ഠനവതീം തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതീം മന്ദസ്മിതശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീ മധുസിക്തസൂക്തിം അമൃതാനന്ദാത്മികാമീശ്വരീ പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണമഥനം ഏതദ്ധി രാമായണം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ജയ ജാനകി ജീവന സ്മരണം ജയ ജയ രാമ രാമ. കല്ലു വേണോ നീല നീറം കോലും നല്ല കല്ലു വേണോ മല്ല വൈരി പേരോലുന്ന കല്ലു വേണമോ
ഇന്ദ്രനീലമണിവർണ്ണം പൂണ്ടു ലക്ഷ്മി വക്ഷശീലായി സാന്ദ്രമോദം വിളങ്ങുമാ കല്ലു വേണമോ? നാരായണ 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 രാധ ഗോവിന്ദ. ദേവകി തഞ്ജഠരമാം ആകരത്തിൽ നിന്നൂദിച്ച ദേവകൾക്കും മോഹമേറ്റും കല്ലു വേണമോ? ദുർഗാ ഭഗവതിയെ താൻ പകരമായി കൊടുക്കായിൽ ദുർഗമാർക്കുമെന്നായി തീർന്ന കല്ലു വേണമോ? പശുക്കളെ പാലിക്കുന്ന നന്ദഗോപൻ ശൗരിയോടു പിശുക്കന്യ വാങ്ങിയതാം കല്ലു വേണമോ? ഗോപബാലന്മാരാം മുത്തുമാലയുടെ നടുക്കാടി ഗോപതിയായി മിന്നും കൃഷ്ണ കല്ലു വേണമോ? വല്ലഭസ്ത്രീനികരത്തിൻ കുച കഞ്ചകോരകത്തിൽ നല്ലവണ്ണം ലസിച്ചതാം കല്ലു വേണമോ? ഇഹ പരസുഖങ്ങളിൽ മുഴുകിടാൻ കൽപ്പേറ്റുമാ മഹാജനം ചൂടും നല്ല കല്ലു വേണമോ? ഹൃദയത്തിൽ ധരിപ്പോരെ മായാബന്ധം മുറിച്ചൂടൻ മുദബ്ധിയിലാഴ്ത്തിടുമാ കല്ലു വേണമോ? നാരായണ 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 രാധ ഗോവിന്ദ. ധരിക്കുകിൽ വേണ്ടെന്നായി തോന്നിയിടിലും ത്യജിക്കുവാൻ ഞെരുക്കമുണ്ടാക്കി തീർക്കും കല്ലു വേണമോ? ഏവം പരരക്ഷയ്ക്കായി കല്ലു വിൽക്കും ജോലിക്കെന്നെ ഭവസൂനുദേശം തോറും ചുറ്റിപ്പിക്കുമോ? നാരായണ 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 രാധ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. ഗോഷ്പദീകൃത വാരാംസി മശകീകൃതരാക്ഷസം നാരായണ മഹാമാലാരത്നം വന്ദേ നിലാത്മജം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശം അക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. വൈദേഹീസഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സുസ്ഥിതം. അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. വാമേ ഭൂമിസുധാ പുരശ്ച ഹനുമാൻ പശ്ചാത് സുമിത്രാസുത ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദളയോഃ വായുവാദികോണേഷു ച
സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമളം. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ. നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ. നമോസ്തു ചന്ദ്രാർക്കമരുൾഗണേഭ്യഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ജയ ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശമേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. അമൃതേശ്വര്यै നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തകാ ജയ. ശ്രീരാഘവ ശ്രീരാമ മമ ഹൃദി രമതാം. രാമ രാമ ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ. നമോസ്തുതേ നാരായണായ. നമോ നാരായണായ നമഃ. നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ജയ് ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ശ്രീരാമചന്ദ്ര സ്വാമിയുടെ രാമകഥാസുധ, രാമായണമാകുന്ന അമൃതബിന്ദുക്കൾ അമൃതേശ്വരിയായ സാക്ഷാൽ വാണീദേവി, ലക്ഷ്മീദേവി, പാർവതീദേവി, ഈ അമ്മമാരെല്ലാവരും കൂടി മാതൃഭാവത്തിൽ നമുക്കിതാ വർഷിച്ചു തരികയാണ്. ഈ അമൃതവർഷം നമ്മളിടയ്ക്കിടയ്ക്ക് കൊണ്ടാടാറുണ്ട് ഓരോ പേരുകളിൽ. അത് നമുക്കെപ്പോഴും ഉള്ളതാണ്. മാതൃവാത്സല്യം, അമ്മയുടെ വാത്സല്യം, ഇത് അനുഭവിക്കാത്തവരാരുമില്ല. പ്രസവിച്ചു വീണ അല്ലെങ്കിൽ ജാതരായ ഏത് ജീവിക്കും ആ മാതൃവാത്സല്യം മറക്കാനാവാത്തതാണ്. ഇന്ന് നമ്മളതിനെയൊക്കെ ധിക്കരിച്ച് പറയുന്നുണ്ട്. കെങ്കേമന്മാർ അറിവുള്ളവർ പോലും. എല്ലാവർക്കും അറിയാം, ഐ കെയിം ടു ദിസ് വേൾഡ് ബൈ എ ജിയോളജിക്കൽ ആൻഡ് സുവോളജിക്കൽ ആക്സിഡൻറ്റ്. ഞെട്ടണം. അതിനാണത് പറഞ്ഞത്. ഞാൻ ഈ ഭൂമിയിൽ വന്നത് വെറും ഭൂമിശാസ്ത്രപരമായും ഭൗതികശാസ്ത്രം, ജനറ്റിക്കൽ, ജൈവശാസ്ത്രപരമായുമായ ഒരു ആക്സിഡൻറ്റ്, ആകസ്മിക സംഭവം മാത്രം. മഹാഗംഗേവന്മാർ ഈശ്വര നിഷേധികളാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെടുന്നവർ ലോകത്തിനെ മുഴുവനും പറഞ്ഞ് ഞെട്ടിക്കുക. അതിൻ്റെ പിന്നാലെ പോകാനുണ്ട് ആള്. അത് അത്ഭുതം. ഞാനും അതെ, ഈശ്വര നിഷേധിയ ആ ഗ്രൂപ്പിൽ ഞാനും ചേർന്നിട്ടുണ്ട്. നോക്കണേ അത്ഭുതം. ശർക്കരക്കുടത്തിൽ കൈയിട്ടാ നക്കണം എന്ന് പറയണത് പോലെ എല്ലാവർക്കും ഭരണാധികാരി ആവണം,
സത്യം പരം ധീമഹി, സത്യം ചെയ്യണം. പക്ഷേ സത്യം ചെയ്യുമ്പോൾ ഈശ്വരനാമത്തിൽ പാടില്ല. കാരണം ഞാൻ ദൈവനിഷേധി പാർട്ടിയിലാണ്. അതെയോ? അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? കസാല വേണമെന്ന് മോഹമുണ്ട്, സത്യം പരം ധീമഹി എന്നുള്ള അത് ഉപയോഗിക്കുകയും വേണം. അപ്പോഴാണ് ഇമാതിരിയുള്ള മുദ്രാവാക്യങ്ങളുടെ പിന്നാലെ നമ്മളൊക്കെ പോവുക. അപ്പോൾ ഈ ആക്സിഡൻറ്റ്, ആകസ്മിക സംഭവം എന്ന് അദ്ദേഹം പറയണതും അത് ഇംഗ്ലീഷിൽ ആക്സിഡൻറ്റ് എന്ന് ഇൻവെർട്ടഡ് കോമയുടെ ഉള്ളിൽ പറയുമ്പോഴും ആ അർത്ഥതലം നമ്മൾ മനസ്സിലാക്കുക. സംശയമൊന്നുമില്ല, ഇത്തരത്തിലുള്ള ആക്സിഡൻറ്റുകൾ ലോകത്തിലുണ്ടായാൽ ബോംബ് പൊട്ടണേക്കാളും ഉൽക്ക വീഴുന്നതിനേക്കാളും വലിയ ആക്സിഡൻ്റാണ്. യാതൊരു സംശയവുമില്ല. ലോകത്തതുണ്ടായിരുന്നു. രാമായണത്തിൽ ഒരാളെ നോമിനേറ്റ് ചെയ്തിരുന്നു അത്രേ, ദശരഥൻ. താൻ നിരീശ്വരവാദിയാണ്, ഈശ്വരനില്ല എന്ന് സ്ഥാപിക്കേണ്ട ആളാണ്. മനസ്സിലായോ? ആ മന്ത്രിയുടെ പേരുണ്ട്, ജാബാലി എന്നാണ്. ജാബാലിസ്തു നിരീശ്വര സമഭവൽ. 8 മന്ത്രിമാർ, 8 മന്ത്രിമാരാണ് ദശരഥന്. അതിൽ ഒരു മന്ത്രിയെ, ജാബാലിയെ, നിരീശ്വരവാദത്തിൻ്റെ സങ്കേതങ്ങളൊക്കെ തേടിപ്പിടിച്ചു കൊണ്ടുവന്ന് എന്താ പറയുക, ഇന്നും നമ്മൾ പറയാറില്ല, പ്രസ്താവന ഇറക്കണം. ഡോക്ടറേറ്റ് നേടാൻ പാകത്തിനുള്ള കടലാസുകൾ, ലേഖനങ്ങൾ ഒക്കെ ശേഖരിച്ച് കൊണ്ടുവന്നോളണം. ഡെലിഗേറ്റ്സ് ആളുകളെയൊക്കെ ചേർത്ത് സംഘടിപ്പിക്കണം, ചർച്ച നടത്തണം. എന്തിനാ ദശരഥൻ അത് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോഴാണ് ഒരു ഉശിരുണ്ടാവുക, ചൊടിയും ചുണയുണ്ടാവുക. അപ്പോൾ ന്യായശാസ്ത്രപ്രകാരം ഈശ്വരനെ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല എന്നിരിക്കെ ഞാൻ ഈശ്വര നിഷേധിയാണ് എന്ന് പറയുന്ന ആളുകളെ പ്രതിനിധീകരിക്കാൻ ഒരാളോ? ഭാഗവതത്തിൽ വളരെ പ്രസിദ്ധമായൊരു കഥയുണ്ട്. നാരദൻ്റെ കഥ, ധ്രുവൻ്റെ കഥ, പ്രഹ്ലാദൻ്റെ കഥ. ഇതുപോലെ പരമപ്രാധാന്യമുള്ളതാണ് ഒരു ചെറുപ്പക്കാരൻ്റെ കഥ, നിരീശ്വരവാദിയുടെ കഥ. ഭാഗവതം ഇന്ന ആളെപ്പോലെ ആവണം, ഇന്ന ആളെപ്പോലെ ആവരുത് എന്ന് പറയാറില്ല പൊതുവെ. എങ്കിലും സാഹിത്യശാസ്ത്രപ്രകാരം ഒരു നിയമമുണ്ടത്രേ, രാമാധിപത് വർത്തവ്യം എന്നതു രാവണാധിപൽ. അതൊരു പൊതു ആണ്. എക്സ് ഓർ വൈ എന്നുള്ള അർത്ഥത്തിലാണ് രാമനും രാവണനും അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രാമനെ പോലെ ആകാവൂ, രാവണനെ പോലെ ആവരുത് എന്ന് പറയാനാണ് രാമായണാദി കാവ്യങ്ങളൊക്കെ എഴുതപ്പെട്ടത്. അപ്പോൾ ഓരോ തലത്തിലും ഏത് കഥയിലും ഇതുപോലെ എങ്ങനെ ആവണം, എങ്ങനെ ആവരുത് എന്ന് പറയാനുണ്ടാവും. ശ്രീമദ് ഭാഗവതം 12 സ്കന്ധങ്ങളിലുള്ളതിൽ അവസാനത്തെ സ്കന്ധം 12, അതിന് തൊട്ട് മുമ്പ് 11-ാമത്തെ ഏകാദശ സ്കന്ധം 11 ഗുരു, വ്യാഴം. ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയമേവ ഗുരുവായിരുന്ന് വ്യാഴാചാര്യനായിരുന്ന് ഉപദേശം ലോകത്തിന് കൊടുക്കുക. അതാണ് 11-ലെ വ്യാഴം എന്ന് ജ്യോത്സ്യന്മാർ പറയുക. ഭാഗവതം 11-ാം സ്കന്ധത്തിലെ ഗുരു വ്യാഴം ഗുരുവായൂരപ്പനാണ്, ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഉദ്ധവന് ഗീതോപദേശം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഗീതം, ഭഗവാന്റെ പാട്ട്, ഭഗവാന്റെ ആലാപനം, അത് ഉദ്ധവൻ വളരെ ഭക്തി ശ്രദ്ധ ആദരവോടെ കേൾക്കണു. അർജുനൻ യുദ്ധക്കളത്തിൽ വെച്ചാണ് കേട്ടത്. ശ്രദ്ധയ്ക്ക് കുറച്ച് വ്യതിയാനം ഉണ്ടാവാം. അപ്പോൾ ഓരോരുത്തരും കേൾക്കുന്ന ചുറ്റുപാടുകൾ, അന്തരീക്ഷം അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും, തീർച്ചയാണല്ലോ. അത് നമുക്ക് തന്നെ അറിയാവുന്നതേ ഉള്ളൂ. ഫോർമൽ എഡ്യൂക്കേഷൻ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പലതും. ക്ലാസ് മുറിയിലിരുന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതും പുറത്ത് വല്ല മരത്തിൻ്റെ ചോട്ടിലോ എക്സ്കർഷനോ ടൂറോ ഒക്കെ ആയിട്ട് പോകുമ്പോൾ പഠിപ്പിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും ഭാഗവതാദി പുരാണങ്ങളെ രാമാധിപത് വർത്തവ്യം നതുരാവണാധിപൽ എന്ന് പൊതുവേ മനസ്സിലാക്കണു. ആദികാവ്യമാണ് രാമായണം, പിന്നെയാണ് മഹാഭാരതം, പിന്നീടാണ് ഭാഗവതം. ഇത് മൂന്നും ഇന്നതുപോലെ ആവണം, ഇന്നതുപോലെ ആവരുതെന്ന് പഠിപ്പിക്കുകയാണ്. അതിൽ ഭാഗവതത്തിൽ ഒരേ ഒരു വാക്കേ ഉള്ളൂ. എന്ത്? കഥമോപിന വേനസ്യാൽ, കഥമോപിന വേനസ്യാൽ, കഥമോപിന വേനസ്യാൽ. വേനൽക്കാലം വരാണ്ട് നോക്കിക്കൊള്ളാം. വേനൻ എന്ന ഭീകരൻ, അയാളാണത്രേ ആദ്യത്തെ നിരീശ്വരവാദി.
ഭാഗവതം ചിത്രീകരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ധ്രുവൻ, പ്രഹ്ലാദൻ, നാരദൻ തുടങ്ങിയവരുടെ കഥയുടെ കൂട്ടത്തിൽ ഈ വേനനും ഒരു സ്ഥാനം പിടിച്ചു. എങ്ങനെ? ഇപ്പോൾ പറഞ്ഞ പോലെ നിരീശ്വരവാദി ആയതുകൊണ്ട്. അപ്പോൾ അയാളുടെ കഥ പറയാണ്ട് വയ്യ. എന്തിനത് അങ്ങനെ ആവരുതേന്ന് ലോകത്തിനോട് വിളിച്ചു പറയാൻ. വേനമഹാരാജാവ് മക്കളില്ലാത്ത അച്ഛനെ യാഗാദികൾ ചെയ്തുണ്ടായ ഒരു ഓമനക്കുട്ടനാണ് രാജകുമാരൻ. പക്ഷേ അയാളുടെ അമ്മാമ്മമാർ നരകലോകത്തിലെ ജോലിക്കാരാണെന്നാണ് പറയണത്. സുനീത എന്ന ആ നിരുതി ലോകത്തുനിന്ന് അന്തകൻ്റെ സഹോദരിയായിട്ട് വന്ന ആ ദേവി പ്രസവിച്ച ഈ കുഞ്ഞ് അമ്മാമ്മമാരുടെ അടുത്ത് പോയി താമസിക്കും. പിന്നെ ഇങ്ങോട്ട് വന്നാൽ അമ്മാമ്മമാരെ എങ്ങനെയാണെന്നോ അമ്മയെന്നും പറഞ്ഞ് ഓരോരുത്തരെ പിടിക്കുക, കൊല്ലുക, അറക്കുക, ഇടിക്കുക, ചതയ്ക്കുക. കാരണം നരകത്തിൽ എന്താണെന്ന് നമുക്കൊക്കെ ഏകദേശം കേട്ടിട്ടുണ്ട്. ചെമ്പ് കിട്ടാരം ചുട്ടുപഴിപ്പിച്ച് 50 യോജന നെയ്യും വീത്തി അതിലിട്ട് വറക്കുക, കഷ്ണം കഷ്ണം കഷ്ണമായിട്ട് അരിഞ്ഞിടുക. കൃന്തനം ചാവയവശ ഗജാദിഭ്യോ ഭിദാപനം പാതനം ഗിരിശൃംഗേഭ്യ രോധനം ചാമ്പുകർത്തയോ യാ സ്ഥാമിസ്ത്രാന്ധതാമിസ്ത്രാരൗരവാദ്യാശ്ച യാതനാഹ ഭൂതേ നരോവ നാരീവ. ആൺപെൺ വ്യത്യാസമൊന്നുമില്ല. സ്ത്രീകൾക്ക് സ്പെഷ്യൽ ക്യൂ ഇല്ല എന്ന് റെയിൽവേ സ്റ്റേഷൻ പല്ലും കാണുന്നില്ലേ? ഇതുപോലെ ഒരു പരിഗണനയില്ല. പെണ്ണല്ലേ, അതുകൊണ്ട് ശിക്ഷ ഇത്തിരി കുറയോ ഇല്ല. എല്ലാവർക്കും നരോവാ നാരീവാ ഭുങ്ക്തേ. അതിന് ന്യൂട്ടൻ്റെ തിയറിയാണ്. താൻ നിരന്തരം ചെയ്തോരു കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. രാമായണത്തിലെ വരികളാണ് എഴുത്തച്ഛൻ എഴുതിയത്. അപ്പോൾ അത് ന്യൂട്ടൺ കണ്ടുപിടിച്ചത് എന്നാ? ഇതെന്നോ പറഞ്ഞ കാര്യമാണ്. എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സംശയമൊന്നുമില്ല. ഏതെല്ലാം പ്രവൃത്തികൾ ചെയ്തുവോ ആ പ്രവൃത്തികൾക്കൊക്കെ അതാതിന് തിരിച്ചടികൾ ഉണ്ടാവും. ആരും ആരെയും ഭരിച്ചിട്ട് കാര്യമില്ല. ഒരു ശുപാർശയും അവിടെ ഫലിക്കില്ല. 11 ക്യാമറകളാണെന്നാണ് പറയണത്. ആ പേരും പറഞ്ഞിട്ടുണ്ട്. CCTV എന്നാണ് നമ്മൾ ഇന്ന് പറയണ ഭാഷ. പക്ഷേ ഭഗവാൻ ഈശ്വരൻ ദൈവം തമ്പുരാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് സൂര്യോഗ്നി ഖം മരുൾ ഗാവ സോമ സന്ധ്യ അഹനി ദിശ കം കു കാലോ ധർമ്മ ഇതി ഹേതേ ദൈഹ്യസ്യ സാക്ഷിണ. 12-13 ക്യാമറകൾ ലോകം മുഴുവനും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ശ്വാസോച്ഛ്വാസം കണ്ണടച്ച് കിടന്നുറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ, ഭാവനകൾ വരെ ഫയലാക്കിയിട്ട് ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ചിത്രഗുപ്തൻ്റെ ഓഫീസ് നമ്മൾ വിചാരിക്കണ പോലെയൊന്നുമല്ല. കമ്പ്യൂട്ടറുകാർ പറയണ പോലെ മനുഷ്യൻ്റെ സകല തലച്ചോറിലെ പ്രവർത്തനങ്ങളും ശാരീരിക പ്രവർത്തനങ്ങളും ഒന്നിച്ച് ഒരു കമ്പ്യൂട്ടറിലാക്കാൻ ശ്രമിച്ചാൽ ആ ഏറ്റവും ചെറിയ കമ്പ്യൂട്ടർ വയ്ക്കാൻ പോലും ഭൂമിയിൽ സ്ഥലം ഉണ്ടാവില്ല എന്ന് ഒരു കമ്പ്യൂട്ടർ ലേഖകൻ എഴുതിയിരുന്നതാണ്. അപ്പോൾ അത്രയ്ക്കൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മുഴുവനും ഒബ്സർവ് ചെയ്ത് കണ്ട് പഠിച്ച് വ്യക്തമാക്കി വെച്ചിട്ട് ഇന്ന പാപം ഇന്ന സമയത്ത് ചെയ്തു, അതുകൊണ്ട് നിനക്ക് സംശയമില്ല അതിൻ്റെ തിരിച്ചടി. കൃന്തനം ചാവയവശ ഗജാദിഭ്യോഭിദാപനം പാതനം ഗിരിശൃംഗേഭ്യ രോധനം ചാമ്പുകർത്തയോ യാസ്താമിസ്ത്രാന്ധതാമിസ്ത്ര രൗരവാദ്യാശ്ച യാതന. 28,000 കോടി നരകങ്ങളാണെന്ന് കണക്ക്. ഈ 28,000 കോടി നരകങ്ങളുടെ സാമ്പിള് ചില പ്രൊഫഷണൽ പീഡിയകളിലൊക്കെ ഇല്ലേ, എന്ത് അരി, അവിടെയുള്ള സാധനങ്ങൾ ഏതൊക്കെ ഉണ്ടോ അതിൻ്റെയൊക്കെ സാമ്പിള്, അരി മുതലായതൊക്കെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ വിലയും. അപ്പോൾ നമുക്ക് ആ സാമ്പിൾ എടുത്ത് നോക്കാം. ഈ അരി മേടിക്കണോ അത് മേടിക്കണോ, ഇതിന് 38 രൂപ, ഇതിന് 60 രൂപ, ഇത് 14 രൂപയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ ഇതുപോലെ സാമ്പിള് മാത്രമാണ് 28 എണ്ണം. അതൊക്കെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട് ഭാഗവതം എന്ന മഹാപുരാണത്തിൽ. നമ്മൾക്ക് വിഷയം അതല്ല എങ്കിലും നിരീശ്വരവാദത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടിയുള്ള വാക്കാണ്. അപ്പോൾ ഈ നരകത്തുനിന്ന് വന്ന സ്ത്രീയുടെ മകനായ വേനൻ അമ്മാവന്മാരുടെ സ്വഭാവം നാട്ടിലങ്ങോട്ട് നടപ്പാക്കി. അച്ഛനെ അമ്മയെ അടിക്കുക, സകല ആളുകളെ കല്ലെടുത്തെറിയുക, ചോര കാണാത്ത ദിവസമില്ല, ഒരാളെ കൊല്ലാത്ത ദിവസമില്ല. ഈ കൊച്ചുകുട്ടി അവൻ വളർന്നു വലുതായ എന്താവും ഭീകരൻ്റെ വളർച്ചയാണ് പറയണത്.
നമ്മളാരും ട്രെയിനിങ് കൊടുത്തിട്ടില്ല. ഇന്നിപ്പോൾ കാട്ടിലും അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഭീകരപ്രവർത്തനം കുട്ടികളെ വിദ്യാലയത്തു നിന്ന് തട്ടിക്കൊണ്ടുപോയി പഠിപ്പിക്കുന്നുണ്ടെന്ന് പേപ്പർ കാണാണ്ട്. ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഇത് പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും ഒരുത്തൻ അങ്ങനെ ആയാൽ അതാണ് ഭാഗവതം കാണിച്ചു തരുന്ന സാമ്പിള്. വേനൽക്കാലം ഭീകരപ്രവർത്തനം. എന്താ ഏറ്റവും വലിയ ഭീകരപ്രവർത്തനം? ഈശ്വരനില്ല എന്നും പരസ്യപ്പെടുത്തൽ. അതാണ് ഭാഗവതം പറയുന്നത്. കഥമോപിന വേനസ്യാൽ, ഒരു തരത്തിലും ആ വേനൻ എന്ന കഥാപാത്രം നമ്മുടെ ഈ ഹൃദയത്തിൽ ഉണ്ടാവരുതേ. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അപ്പോൾ അതിനുള്ള മുന്നറിയിപ്പാണ് ജീവിതയാത്രയിൽ. ഭാഗവതാദി പുരാണങ്ങളിൽ കൂടെ നമ്മൾ പോകുമ്പോൾ ഒരൊറ്റ കഥാപാത്രം പറയണു, നിൽക്കൂ, ശ്രദ്ധിക്കൂ, കേൾക്കൂ. കഥമോപിന വേനസ്യാൽ, വേനനാവരുത്. എന്താ അയാൾക്കുള്ള കുഴപ്പം? നിരീശ്വരവാദി. ന യഷ്ടവ്യം ന ദാതവ്യം ന ഹോതവ്യം ദ്വിജാ ക്വചിൽ ഇത് ന്യവാരയത് ധർമ്മം ഭേരി ഘോഷേണ സർവശ. മകൻ്റെ ഉപദ്രവവും കൊലപാതകങ്ങളും കണ്ട് സഹിക്കാതെ, അവന് 12-16 വയസ്സേ ആയിട്ടുള്ളൂ. ഇന്നത്തെ പോലെ 18 വയസ്സാവണം രാജ്യഭാരത്തിനൊന്നും അന്ന് നിയമമില്ല. ഇയാൾ അച്ഛനെ കൊന്നിട്ടാണെങ്കിലും കസാലമേ കയറിയിരിക്കണമെന്ന് മോഹിക്കുന്ന ആൾ. അപ്പോൾ പിന്നെ അച്ഛൻ സ്വരം നന്നാവുമ്പോഴേ പാട്ട് നിർത്തി എന്ന് പറയണ പോലെ ഒരു കത്തെഴുതി വെച്ച് സ്ഥലം വിട്ടുപോൽ. അംഗമഹാരാജാവ് നാട്ടുകാരറിയാൻ വേണ്ടി കത്തെഴുതി വെച്ചു. എന്ത്? ഒരിക്കലും നല്ല മക്കളുണ്ടാവണമെന്ന് ഇനി ആരും വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ എത്ര കാലം ഒരു നല്ല മകൻ ഉണ്ടാവാൻ കാത്തു കിടന്നു. എനിക്കുണ്ടായ ഉണ്ണിയോ ഭീകരനായി, നിരീശ്വരവാദിയായി. അവൻ്റെ കൈകൊണ്ട് അടികൊള്ളൽ ഞങ്ങളുടെ നിത്യജീവിതമായി. അതുകൊണ്ട് ഞാനിതാ ആരോടും മിണ്ടാതെ യാത്ര പറയണു. നല്ല മക്കളുണ്ടാവണമെന്ന് മോഹിക്കണ്ട, ചീത്ത മക്കളുണ്ടാവണമെന്ന് ആഗ്രഹിച്ചോളൂ. ദൈവത്തിനോട് പ്രാർത്ഥിച്ചോളൂ ചീത്ത മക്കളുണ്ടാവണമെന്ന്. എന്നാൽ അവരുടെ കയ്യിൽ നിന്ന് നല്ല അട്ടി ഇങ്ങനെ കിട്ടുമ്പോഴെങ്കിലും എൻ്റെ ഈശ്വര ഇവിടുന്ന് അല്ലാണ്ട് ഒരാശ്രയല്ലേ എന്ന് തോന്നും. ഇതാണ് ഭാഗവതത്തിൻ്റെ ഒരു രീതി പറഞ്ഞു പഠിപ്പിക്കുക. അംഗമഹാരാജാവ് നല്ല മക്കളുണ്ടാവണമെന്ന് പ്രാർത്ഥിക്കേണ്ട, ചീത്ത മക്കളായാൽ എന്നെപ്പോലെ മക്കളുടെ അടികൊള്ളാണ്ട് രക്ഷപ്പെടാലോ. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് പൂന്താനം പാടിയത് എപ്പോഴാണ്? സ്വന്തം മകൻ മരിച്ചപ്പോൾ. അപ്പോൾ അവനവനുണ്ടാകുന്ന ദുഃഖഭാരം നമുക്കത് ഈശ്വരോന്മുഖമാക്കാൻ വഴിവെക്കുമെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുക. ഇത് ഭാഗവതം പറഞ്ഞു തരുന്ന ഒരു സൂത്രമാണ്. നിരീശ്വരവാദം നേരെ വിപരീതം നമ്മളെ പഠിപ്പിക്കും. നവൈ ജനോ ജാതു കഥഞ്ചനാവ്രജേൻ മുകുന്ദസേവി അന്യവദംഗ സംസ്കൃതിം. നാരദൻ്റെ വാക്കാണ്. പുരുഷശ്രേഷ്ഠൻ ആരെന്നാരായും വാൽമീകിയോട് അരുളി ചെയ്താൻ രാമൻ താനെന്നാൻ മഹാമുനി നാരദൻ. നാരദനാണ് വ്യാസനെക്കൊണ്ട് ഭാരതവും ഭാഗവതവും എഴുതിച്ചത്. നാരദനാണ് ആദ്യം വാൽമീകിയെ കൊണ്ട് രാമായണവും എഴുതിച്ചത്. അപ്പോൾ നാരദൻ എന്ന കഥാപാത്രത്തിൻ്റെ വലിപ്പം നാരം ദദാതി, നാരം ദാതി, രണ്ടർത്ഥത്തിലും. ലൗകികമായ എന്തെല്ലാം കെട്ടുപാടുകളും ബന്ധങ്ങളും നമുക്കുണ്ടോ അത് മുഴുവനും അറുത്ത് മുറിച്ച് ഈശ്വരനെ വേണ്ടതെന്തോ അത് നമുക്ക് തരും. അത് നാരദനെ പോലെ ഒരാൾ വേറെയില്ല. അപ്പോൾ ആ നാരദനാണ് ധ്രുവനും പ്രഹ്ലാദനും ജന്മം കൊടുത്തത്. ആ നാരദൻ്റെ കഥയാണ് ഭാഗവതത്തിൽ ആദ്യം പറഞ്ഞത്. എന്തിനാണ് അതൊക്കെ പറഞ്ഞത്? വേനൻ്റെ ഭീകരതയ്ക്ക് എത്രമാത്രം സന്ദർഭം അനുകൂലമായി എന്ന് കാണിക്കാൻ. അംഗമഹാരാജാവ് പോയപ്പോൾ, വേനൻ ഭരണം തുടങ്ങിയപ്പോൾ ആദ്യം പ്രസിദ്ധീകരിച്ചത് ഇതാണ്: ആരും യാഗം ചെയ്യരുത്, ഹോമാദികൾ ചെയ്യരുത്, ഈശ്വരൻ്റെ നാമങ്ങൾ പറയാൻ പാടില്ല, കാരണം ഈശ്വരനില്ല. പിന്നെ മനുസ്മൃതിയിൽ പറയുന്നുണ്ട്, നോക്കണേ, അതിനൊക്കെ പാകത്തിന് മനുസ്മൃതി കിട്ടും. നമ്മളും അങ്ങനെയാണ്. ഓരോ അവനവൻ്റെ ഇഷ്ടത്തിന് ദുർവ്യാഖ്യാനം ചെയ്യാൻ പുരാണങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കോട്ട് ചെയ്യും. കോട്ടിങ്സ് ഫ്രം ലിസ്റ്റ് തന്നെ ഉണ്ടാക്കി. കണ്ടോ കണ്ടോ കണ്ടോ, ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഗതികേടാണിത്. നല്ലതെന്താ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും പറഞ്ഞത് എപ്പോഴാണ്, ഏത് സമയത്താണ് അത് പറഞ്ഞതെന്നില്ല. അതുപോലെയുള്ള ഒരു പിഴച്ച തെറ്റായ ധാരണയാണ് നമ്മുടെ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പൊക്കിപ്പിടിച്ച് നടക്കുന്ന ആളുകളുടെ അവസ്ഥ. ഇയാളും അതെ. സർവഭൂതമയോ നൃപ, നൃപൻ രാജാവ്, രാജാ പ്രത്യക്ഷ ദൈവതം എന്ന് മനുസ്മൃതിയിൽ എഴുതിയിട്ടുണ്ട്.
അതുകൊണ്ട് ഞാൻ മനുസ്മൃതി അനുസരിച്ച് പറയണു, ഞാൻ ഐ ആം ദ സ്റ്റേറ്റ്, ഞാനാണ് രാജാവ്, ഞാനാണ് രാജാവ്. വേണമെങ്കിൽ നിങ്ങൾ എന്നെ പൂജിക്കൂ, പൂജയധ്വം മാം എന്നാണ്. സജ്ജനങ്ങൾ ചെന്ന് അദ്ദേഹത്തിനോട് പറയേ, ഈശ്വരനില്ല എന്ന് പറയരുത്, ഈശ്വരൻ നിന്ദ ചെയ്യരുത്. എൻ്റെ ഉണ്ണി കാരണം അച്ഛൻ നാട് വിട്ടുപോയി, ഇനി ഉണ്ണിയാണ് രാജ്യം ഭരിക്കേണ്ടത്, ഞങ്ങൾ പറയണത് മനസ്സിലാക്കൂ. എത്ര ഉപദേശിച്ചാലും മഹർഷിമാരെ പുച്ഛിച്ച് തള്ളി. അദ്ദേഹം പറയാണ്, കാണപ്പെട്ട ദൈവമാകുന്ന ഈ വേനൻ ഇവിടെ ഇരിക്കുമ്പോൾ കാണാത്ത ഏതോ ഒരു ദൈവം ഉണ്ടെന്ന് പറയുന്ന നിങ്ങളുടെ വിഡ്ഢിത്തം മഹർഷിമാരെ എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾ കുറേ അറിവൊക്കെ ഉള്ളവരാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഇപ്പം തീർച്ചയായും നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല, എന്നോളം പോലും അറിവില്ല. കാരണം രാജാ പ്രത്യക്ഷ ദൈവതം, ഞാനാണ് ദൈവം. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തസ്മാൻ മാം കർമ്മഭൃ വിപ്രായജധ്വം ഗത മത്സരാഹ, ക്യൂ ആയിട്ട് നിന്ന് എൻ്റെ മുമ്പിൽ എന്താച്ചാ കൊണ്ടുവന്ന് വെച്ചോളൂ. ആദ്യത്തെ ആൾ ദൈവം നാം ആകുന്നു എന്ന് പറഞ്ഞു അത്രേ വേനൻ. ആലോചിച്ച് നോക്കൂ, ഈശ്വരനെ ആരാധിക്കാൻ വേണ്ടി നൽകുന്ന ഉപദേശവും ഈശ്വരൻ ഇല്ല, ഈശ്വരനില്ല, ഈശ്വരനില്ല, വേണമെങ്കിൽ നിങ്ങൾ എന്നെ പൂജിച്ചോ എന്ന് പുച്ഛിച്ച് പറയലും തമ്മിലുള്ള ആ വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കണത്. ഭാഗവതം പറയണു, വേനൻ എന്ന ഈ ഭീകരൻ, ഈ നിരീശ്വരവാദി മഹർഷിമാരെ കളിയാക്കി അതിൻ്റെ എന്താ പറയേണ്ടത് പാരമ്യത്തിലെത്തി. നമ്മൾ ഇന്നലെ പേപ്പറിൽ കണ്ടില്ലേ, ഒരാൾ ഫോട്ടോ എടുക്കാൻ കേമായിട്ട് തീവണ്ടിയുടെ മുകളിൽ കയറി, എന്നിട്ട് അവസാനം എന്താണ്ടായിട്ടോ ഒരു പൊട്ടിത്തെറിച്ച് കത്തിക്കരിഞ്ഞ് താഴെ വീട് ചാവുകയും ചെയ്തു. എന്തിനാത്? എൻ്റെ ഫോട്ടോ തീവണ്ടിയുടെ മുകളിൽ നിന്ന് കേമായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാ ഈ അപകടം പറ്റിയത്. ഇതുപോലെ ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് അവസാനം ആ കുരുത്തക്കേട് അയാൾക്ക് തന്നെ ഷോക്കായി, അയാൾ അതിൽ തന്നെ ഭസ്മായി. ഭാഗവത്തിൽ ഉപയോഗിച്ച വാക്ക് മഹർഷി നിന്ദ കൊണ്ട്, സജ്ജന നിന്ദ കൊണ്ട് പണ്ടേ ചത്തുപോയിരുന്ന അയാളുടെ ശരീരം ഇപ്പോൾ ഇതാ മഹർഷിമാരുടെ എന്നൊരൊറ്റ മൂളലെന്നാണ് പറഞ്ഞത്. നിജഗുരു ഹുങ്കൃതൈരേനം ഹതമച്യുത നിന്ദയ, ഓൾറെഡി ചത്തവനായിരുന്നു അവൻ. നമ്മളൊരു വാക്ക് ഉപയോഗിക്കാറുണ്ടല്ലോ കേരളീയർ, അവൻ്റെ അമ്മ സത്തുപോയി. സത്തുപോയോ എന്ന് വെച്ചാൽ അത് തന്നെ സത്തുപോയി തന്നെ അർത്ഥം. ചത്തുപോയി എന്ന് പിന്നെ പറയണ വാക്കാ. സത്തായത് എന്തോ ജീവാത്മാവ്, അത് പോയാൽ, പ്രാണൻ പോയാൽ, ജീവൻ പോയാൽ അതാണ് സത്ത്. അത് പോയാൽ സത്തുപോയി, സത്തുപോയി. പിന്നെ അത് വേണമെങ്കിൽ ചത്തുപോയി എന്ന് പറയാം, അത് കൊളോക്കിയൽ ലാംഗ്വേജ്. ശരിയായ വാക്ക് സത്തായത് പോയി എന്നാണ്. അപ്പോൾ പിന്നെ എടുത്ത് കത്തിക്കാനേ കൊള്ളുള്ളൂ ശരീരം. അപ്പോൾ സത്തുപോയി വേനനിലെ, കാരണം അസത്തായി അവൻ ജീവിച്ചു, അസത്തായിട്ട് പ്രഖ്യാപനങ്ങൾ നടത്തി, അതുകൊണ്ട് അവൻ ചത്തു, അവൻ്റെ സത്തുപോയി. മഹർഷിമാർ ഹുങ്കാരം കൊണ്ട് അയാളെ കൊന്ന് പോരുകയും ചെയ്തു. അവസാനം കഥയിൽ ഇത്രേ പ്രസക്തിയുള്ളൂ. ആ നിരീശ്വരവാദം ഇല്ലാതാക്കാൻ ഭഗവാൻ ചെയ്ത വിദ്യ അവൻ്റെ ശരീരം കടഞ്ഞു എന്നാണ്. ക്ലോണിങ് എന്നൊക്കെ നമ്മൾ ഇന്ന് കണ്ടുപിടിച്ചു എന്നാ പറയുന്ന ആ ശാസ്ത്രഭാവം മഹർഷിമാരാകുന്ന ഡോക്ടർമാർക്ക് അന്നേ അറിയാവുന്നത് കൊണ്ട്, ആ സയൻറ്റിസ്റ്റുകൾ ജനിതകത്തിൻ്റെ എല്ലാ ഘടനകളും അറിയാവുന്നവരായതുകൊണ്ട് ഓരോരുത്തരും ഓരോ സ്ഥലത്തുനിന്നുണ്ടായി അവയവങ്ങളിൽ നിന്ന്, വിരലിൻ്റെ അറ്റത്തുനിന്ന്, മൂക്കിൻ്റെ അറ്റത്തുനിന്ന്, ചെവിയുടെ അറ്റത്തുനിന്ന്, തൊടയിൽ നിന്ന് ഒക്കെ ഉണ്ടായ കഥകളൊക്കെ സൃഷ്ടിയുടെ ആദ്യം പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ക്ലോണിങ് ആയിരുന്നു. ഒരു 8-10 പേര് ദക്ഷം കുഷ്ഠാൽ സ്വയംഭുവ പ്രാണാദ് വസിഷ്ഠ സഞ്ജാത ഭൃഗുസ്ത്വചി കരാൽ ക്രതു, ഇങ്ങനെ ഓരോരുത്തരും പുലഹോ നാഭിതോജജ്ഞേ പുലസ്ത്യ കർണയോ ഋഷി അങ്കിരാമുഖത അക്ഷ്ണോത്രി മരീചിർ മനസോഭവൽ ധർമ്മസ്തനാ ദക്ഷിണത, ഇങ്ങനെ ഓരോ അവയവത്തിൽ നിന്നും ക്ലോണിങ് വഴി ഓരോരുത്തരുണ്ടായ കഥയായിരുന്നു ആദ്യം. അവസാനം അത് നല്ലല്ല, ശരിയല്ല, തെറ്റാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടാണ് ക്ലോണിങ് പാടില്ല. അതൊരു പ്രയാസമുള്ള കാര്യമായിരുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് തൽക്കാലം ആ പാടില്ല എന്ന് പറഞ്ഞ ക്ലോണിങ് ചെയ്യേണ്ടി വന്നു മഹർഷിമാർക്ക്. അവർ ആപദ്ധർമ്മം ആയിട്ട് സ്വീകരിച്ചു. ആ ആപദ്ധർമ്മമായിട്ട് സ്വീകരിച്ചതെന്താ? ഈ വേനൻ്റെ ശരീരം, ഒരു കാര്യം പറയാണ്ട് വയ്യ, ഭാഗവതത്തിൽ പറഞ്ഞത് എന്താ? അത് അമ്മ മകൻ്റെ ശരീരം തോണിയിലിട്ട് വെച്ചു വളരെ കാലം, എണ്ണത്തോണിയിൽ.
പാർട്ടിക്കാരും വന്നില്ല. നിരീശ്വരവാദികളായിട്ട് കെങ്കേമന്മാരായിട്ട് പാർട്ടി മീറ്റിങ്ങും പരിപ്പോടയും കട്ടൻ കാപ്പിയും കുടിച്ച് കൂടിയിരുന്ന ഒരൊറ്റ എണ്ണത്തിന് മരിച്ചിട്ട് ശവം വലിച്ചു കുഴിച്ചിടാൻ പോലും കണ്ടില്ല. നമ്മൾ വിചാരിച്ച റീത്തുമൊക്കെ ആയിട്ട് അനവധി എണ്ണം ക്യൂ നിന്ന് വരുന്ന അത്രയേ ഉള്ളൂ. ഉള്ള കാലത്ത് ആളിലൊക്കെ ഉണ്ടാവും. ദേഹം വിട്ട പ്രാണൻ പോയാൽ ആരും ഉണ്ടാവില്ല പിന്നെ നോക്കാൻ. എന്നെന്ന പണം എണ്ണിക്കൂട്ടിടും അന്ന സേവകർ പറ്റിക്കൂടും വിത്തം വാർദ്ധക്യത്തിൽ തീർന്നാൽ എത്തുകയില്ല അവരാരും പിന്നെ. യാവത് വിത്തോപാർജന സക്ത താവത് ഗൃഹപരിവാരോ രക്ത ഗതവതി വാ കായേവ അതാപായേ ഭാര്യ ബിഭ്യതി തസ്മിൻ കായേ. അതാണ് സത്യം അല്ലേ? അപ്പോൾ വേനൻ്റെ ശരീരം എടുക്കാനോ കുഴിച്ചിടാനോ പാവം ആ ഒറ്റപ്പെട്ട അമ്മയെ ഭർത്താവ് എന്നോ പോയി. മകൻ മാത്രമായിരുന്നു കുരുകുരുത്തം കെട്ട മകൻ. ആ മകൻ്റെ എല്ലാ പ്രവൃത്തിക്കും കൂട്ടുനിന്ന പാവം അമ്മയെ സുനീത പാലയാമാസ വിദ്യായോഗേന ശോചതി. ഇങ്ങനെ ഒരു യോഗം എനിക്കുണ്ടായില്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന അമ്മയെ തിരിഞ്ഞു നോക്കാൻ ഒരു പാർട്ടിക്കാരും വന്നില്ല. അതിന്നും അങ്ങനെ തന്നെ. എന്തായാലും വേനൻ്റെ ശരീരം മഹർഷിമാർ എണ്ണത്തോണിയിൽ നിന്ന് പുറത്തിട്ടിട്ടാണ് ക്ലോണിങ് നടത്തിയത്. മഥനം ചെയ്തു എന്നാണ് ഉപയോഗിച്ച വാക്ക്. ശരീരത്തിലെ ഊരുക്കളിൽ നിന്നുണ്ടായി. പുരാണങ്ങളിൽ പല കഥകളും പറയണ കൂട്ടത്തിൽ ഊരുക്കളിൽ നിന്നുണ്ടായ കഥ പറയുമ്പോൾ ഊരുക്കളിലെ വിഷ സംസ്കൃതം അറിയണവർക്ക് മനസ്സിലാവുമല്ലോ. മലച്ചളി. നരനാരായണ മഹർഷിമാരുടെ അവർക്ക് വസ്ത്രം ധരിക്കലും തേച്ചുകുളിയും ഇഞ്ചയും വാഗ്യം തേക്കലും ഒന്നും ഇല്ലല്ലോ. ഇങ്ങനെ കണ്ണും അടച്ച് തപസ് ചെയ്യുക. അങ്ങനെ ഇരിക്കണവരുടെ ശരീരത്തുനിന്ന് മലം ഇങ്ങനെ വേർപ്പും കൂടി ഇങ്ങനെ ഉരുട്ടി നിലത്തേക്ക് ഇങ്ങനെ ഇട്ടു അത്രേ. അതാണ് ആരോടും പറയരുത്, രഹസ്യമായിട്ട് പുരാണങ്ങളിൽ പറയണു. അതാണ് ഉർവശി. ഊരോഹോ വിഷ എന്നാണ്. ഊരുക്കളിലെ വിഷ്ഠ മലം ചേർന്നുണ്ടായ അനിമേഷൻ ബ്യൂട്ടി ആണ് ഉർവശി. ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ആ ഉർവശി അവാർഡ് മേടിക്കാനാണ് നമ്മൾ ക്യൂ നിൽക്കുന്നത്. ആ ഉർവശി അവാർഡ്, ലോകത്തിലെ സൗന്ദര്യ അവാർഡ് എന്ന് പറഞ്ഞാൽ ഊരുക്കളിൽ നിന്നുണ്ടായ വിഷ അതിൻ്റെ രൂപം, അനിമേഷൻ രൂപം. അനിമേഷന്മാരെന്നാണല്ലോ അവരെ പറയാറ്. അത് സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും ശരി. അനിമേഷൻ രൂപം ഉർവശി. അതാണ് നരനാരായണ മഹർഷിമാർ തൻ്റെ അടുത്തേക്ക് ബാക്കിയുള്ള സ്ത്രീകളെയൊക്കെ ദേവേന്ദ്രൻ അയച്ചപ്പോൾ സാമ്പിളായിട്ട് കൊടുത്തത്. പറഞ്ഞൂത്രേ, ഭീത്യാലമംഗ, ആരും പേടിക്കണ്ട, വസന്തകാലം, മലയാനിലൻ, കാമദേവൻ, രംഭാമേനക തുടങ്ങിയവർ ഇവരാരും ഞങ്ങളുടെ തപസ്സിളക്കാൻ ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് വരേണ്ടതില്ല. ഇമാതിരി എത്ര ഉർവശികൾ വേണോ, ഊരുക്കളിലെ വിഷ്ഠ പോലെ ഞങ്ങൾക്ക് ധാരാളം ഉണ്ട് കൈവശം. അത് കാണിക്കാനായിട്ട് ഞങ്ങളെ മോഹിപ്പിക്കാൻ ആരും ഇങ്ങോട്ട് കെട്ടിക്കളിച്ച് വരണമെന്നില്ല. വന്ന സ്ഥിതിക്ക് ഒരു സമ്മാനം സാമ്പിൾ തരാം, ഉർവശിയെ കൊണ്ടുപോകുള്ളൂ. ആലോചിച്ച് നോക്കൂ. ശരീരത്തിലെ ഊരുക്കളിൽ നിന്നുണ്ടായ ഉർവശി, ഉറുവിഷ എന്നുള്ള, പിന്നെ ഉരുവശീകരോതി, ഉരു അശ്നാദി, ഇതൊക്കെ അതിൻ്റെ അർത്ഥം അത്രേ. ഉരുവശീകരോതി. ഉരു എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം. പിന്നെ ഒരു അശ്നാദി എന്നുണ്ടത്ര ചാപ്പാട് തിന്നും. ഭാഗവത്തിൽ പറയേണ്ട, വേദത്തിലും പറയുന്നുണ്ട് ആ കഥ. ഉർവശി ഭൂമിയിൽ വന്നിട്ട് ഘൃതമ്മേ വീരഭക്ഷ്യം സ്യാൽ എന്ന് പറഞ്ഞു അത്രേ. ഞാൻ നെയ്യേ കഴിക്കൂ. ഓ എന്തൊരു ചിട്ടയാ, ഇങ്ങനെയുണ്ടോ ഒരു തീറ്റക്കാരി എന്ന് തോന്നും. അപ്പം എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഇതൊക്കെയാണ് എന്നും പറഞ്ഞ് ലോകത്തെ പറ്റിച്ച് നടക്കണു ഉർവശിമാർ. നാരായണ ഊരുപ്രദേശത്തിലെ വിഷ്ഠ അത് മറക്കരുത്. അത് കണ്ടുപിടിച്ചു. പാവം നമ്മുടെ നാട്ടിൽ നിന്ന് ഉർവശി ലോകത്തെത്തിയ ഒരയളൻ എന്ന മഹാഭാഗ്യവാൻ, അല്ലെങ്കിൽ ഒരു മഹാഭാഗൻ. അദ്ദേഹം ശൃംഗാര ശതകം ചൊല്ലി പ്രാന്തനെ പോലെ ഉർവശി തിഷ്ഠ വന്ന് അവിടെ നിൽക്കൻ്റെ പെണ്ണെ എന്നും പറഞ്ഞുകൊണ്ട് പോയതാ. സ്വർഗലോകത്ത് ചെന്നപ്പോൾ അവിടുത്തെ വൃത്തികേട്ട് മുഴുവൻ അങ്ങോട്ട് മനസ്സിലായി. എന്ന നാഗപൃഷ്ഠം എന്നുവെച്ചാൽ സാർവഭൗമം, ഇത്ര വൃത്തികെട്ട ഒരു സ്ഥലമാണ് സ്വർഗലോകം എന്ന് എനിക്ക് മനസ്സിലായല്ലോ. എനിക്ക് സ്വർഗം വേണ്ട. അദ്ദേഹം മഹീമേതാം ആത്മാരാമശ്ചാരഹ, ആത്മാരാമന്മാരുടെ നാടാണ് ഭാരതം. ശ്രീരാമൻ്റെയും പരശുരാമൻ്റെയും ബലരാമൻ്റെയും മാത്രമല്ല, എത്രയോ
ആത്മാരാമന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളതിന് മാറ്റിയിട്ട് ഇപ്പോൾ എന്താക്കി? വെറും ശാപ്പാട്ട് രാമന്മാരുടെ നാടാക്കി മാറ്റി നമ്മുടെ ലോകത്തെ. അപ്പോൾ ധർമ്മം എന്താണെന്നറിയോ എന്ന് രാമായണം ചോദിക്കണു ആത്മാരാമൻ. ധർമ്മം നമുക്കറിയില്ല. ഈശ്വരൻ എന്താണെന്നറിയോ ചോദിക്കണു രാമായണം. നമുക്കറിയില്ല. കാരണം നമ്മൾ ഈ പുതിയ കണ്ടുപിടുത്തത്തിൻ്റെ പിന്നാലെ പോവുക. ഈശ്വരനില്ല എന്ന് കണ്ടുപിടിച്ചു. വേനൻ തൊട്ട് ഇന്നേ വരെ വേനൻ തുടങ്ങി വെച്ച ആ പാർട്ടി ആലോചിച്ച് നോക്കൂ. ഈശ്വരനില്ല എന്നുള്ള നിരീശ്വര മതം കാലം കഴിഞ്ഞിട്ടും ഇന്നും നിലനിൽക്കണില്ലേ? എത്ര 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 ദിക്കിൽ. അതിൻ്റെ പിന്നാലെ പോവാനും നമ്മുടെ നാട്ടിൽ ആളുകളുണ്ടല്ലോ എന്നുള്ളതാണ് ദയനീയത. അതിനെതിരായിട്ട് നമ്മൾ ശബ്ദം ഉയർത്തുക തന്നെ വേണം. നമ്മുടെ സംസ്കാരം, നമ്മുടെ ആത്മാരാമ ഭാവം, ആത്മാദർശനത്തിൻ്റെ ഭാവം, അതിനെതിരായിട്ട് എവിടെ നിന്ന് ശബ്ദം ഉയർന്നാലും അതിനെ നമ്മൾ അതിജീവിക്കണം. അതിനാണ് അന്ന് ഒരവതാരം ഉണ്ടായത്. ഊരുക്കളിൽ നിന്നുണ്ടായ ഈ മാലിന്യം മുഴുവനും മഹർഷിമാർ ദൂരെ കാട്ടിൽ കൊണ്ടുവന്ന് കളഞ്ഞു. കാട്ടാളത്തം കാട്ടാളത്തം കാട്ടാളത്തം. ഇന്നും മനുഷ്യൻ്റെ ഉള്ളിൽ ഈ കാട്ടാളത്തമുണ്ട്. മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാഹ എന്ന് വിളിച്ചു പറയണത് അരുത് കാട്ടാള എന്നാണ് സാഹിത്യകാരന്മാർ, പുതിയ ആളുകൾ തർജ്ജമ ചെയ്യണത്. അതല്ല അതിൻ്റെ അർത്ഥം. മാ നിഷാദ എന്നാണ്. എന്ന് പറഞ്ഞാലോ മാ മഹാലക്ഷ്മി, മഹാലക്ഷ്മിയുടെ ഇരിപ്പിടമായ സാക്ഷാൽ ലക്ഷ്മീനാരായണമൂർത്തേ ത്വം പ്രതിഷ്ഠാമഗമ ശാശ്വതീ സമാഹ, അവിടുന്ന് നീണാൾ വിജയിക്കട്ടെ. സീതാരാമന്മാരെ പോലെ, ലക്ഷ്മീനാരായണന്മാരെ പോലെ, രുക്മിണീകൃഷ്ണന്മാരെ പോലെ അവിടുന്ന് വിജയിക്കട്ടെ. അതാണ് മാനിഷാദ എന്ന സംബോധന. അത് നമ്മൾ അരുത് കാട്ടാളാന്നാക്കി. കാരണം കാട്ടിലേക്ക് എന്നോ കളഞ്ഞ സംസ്കാരത്തെ, മാലിന്യത്തെ, കളയേണ്ടുന്ന മാലിന്യത്തെ തേടിപ്പിടിച്ചു കൊണ്ടുവന്ന് മാലിന്യം കൊണ്ട് എങ്ങനെ നല്ല വസ്തുക്കൾ ഉണ്ടാക്കാം എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ. എന്തായാലും അന്ന് കളഞ്ഞ മാലിന്യത്തെ കൂട്ടിക്കൊണ്ടുവന്ന് സിംഹാസനത്തിലിരുത്തി മാനിക്കുന്ന ഈ പുതിയ സംസ്കാരം അന്നത്തെ മഹർഷിമാർ അംഗീകരിച്ചില്ല. കളയേണ്ടത് കളയണം, മലിനമായത് മലിനമാണെന്ന് പറയാനുള്ള ധൈര്യം വേണം. രാജാവ് നഗ്നനാണ് എന്ന് പറയാനുള്ള ധൈര്യം ചെറിയ നിഷ്കളങ്കരായ കുട്ടികളൊക്കെ ഉണ്ടായുള്ളൂ എന്ന് ഇംഗ്ലീഷ് കഥയിൽ നമ്മൾ പഠിക്കുന്നില്ലേ? എന്തുകൊണ്ട് കുട്ടികളൊക്കെ അതുണ്ടാവണില്ല? എന്തുകൊണ്ട് വിദ്യാർത്ഥി സമൂഹത്തിന് അതുണ്ടാവണില്ല? പേപ്പറിൽ കണ്ടില്ലേ ഒരിക്കൽ ഉമ്മൻചാണ്ടിയും IAS ഓഫീസർമാരും കെങ്കേമന്മാരും ഒക്കെ പാടെ IPS ഓഫീസർമാർ എല്ലാവരും ഉണ്ട്. ചെറിയ കുട്ടികളെ വിളിച്ചു, എന്നിട്ട് അവരെ കൊണ്ട് ചില അഭിപ്രായം പറയിപ്പിച്ചു. നാണിച്ചു പോയി. പേപ്പറിൽ കണ്ടതാണ്, TV-യിലും കാണിച്ചു. കുട്ടികളെ എണീറ്റ് മിടുമിടുക്കന്മാർ സ്മാർട്ടായിട്ട് ഓരോ ചോദ്യം ചോദിച്ചാൽ IPS-കാർക്കും IAS-കാർക്കും ഈ മന്ത്രിമാർക്കും ഒരക്ഷരം അങ്ങോട്ട് പറയാനില്ല. അവർ ചോദിക്കണു എന്തുകൊണ്ട് നോ ട്രാഫിക് എന്ന് എഴുതി വെച്ചെടുത്ത് ഈ വണ്ടികളിടണു? ആരാ അതിന് ഉത്തരവാദി? പോലീസ് തലചൊറിയും. ആരാ ഉത്തരവാദി? അവരതാ ചോദിക്കണത്. മാലിന്യം പാടില്ല എന്ന് പറയുന്നിടത്തൊക്കെ മാലിന്യം കൊണ്ടുവന്നിടുന്നു. ആരാ ഉത്തരവാദി? കുട്ടികൾ ചോദിക്കണു. ആർക്കാ മറുപടി പറയാൻ പറ്റുക? പ്രസിഡന്റ് മറുപടി പറയോ? പ്രധാനമന്ത്രി മറുപടി പറയോ? മുഖ്യമന്ത്രി മറുപടി പറയോ? IPS IAS ഉദ്യോഗസ്ഥന്മാർ മറുപടി പറയോ? അപ്പോൾ ചെറിയ കുട്ടികൾ വേണം ഇതിനെ ചോദ്യം ചെയ്യാൻ. ഭാഗവതത്തിലെ പ്രഹ്ലാദ ചരിത്രം, ധ്രുവചരിത്രം, നാരദൻ്റെ പൂർവ്വജന്മ ചരിത്രമൊക്കെ കുട്ടികളുടെ കഥയായിട്ടാണ് വലുതാക്കി കാണിച്ചിരിക്കുന്നത് എന്നർത്ഥം. മാതിരി കുട്ടികളുണ്ടാവട്ടെ. ഇനിയും നാരദന്മാരും പ്രഹ്ലാദന്മാരും ധ്രുവന്മാരും ഉണ്ടാവട്ടെ. കഥമോപിന വേനസ്യാൽ, ഒപ്പം പറയണു വേനന്മാരുണ്ടാവാതിരിക്കട്ടെ, നിരീശ്വരവാദികൾ ഉണ്ടാവാതിരിക്കട്ടെ, പ്രകൃതിയെ സംരക്ഷിക്കുന്നവരുണ്ടാവട്ടെ. ദാ പൃഥുമഹാരാജാവ് വേനൻ്റെ കൈകൾ മഹർഷിമാർ വന്ന് മഥനം ചെയ്തു, കടഞ്ഞു. അതിൻ്റെ അർത്ഥം വേദമന്ത്രം നോക്കിയവർക്കറിയാം. ബ്രാഹ്മണോസ്യ മുഖമാസീൽ ബാഹൂരജന്യകൃത എന്നാണ്. ക്ഷതാൽ കിലത്രായത ഇത്യുദഗ്ര ക്ഷത്രസ്യ ശബ്ദോ ഭുവനേഷു രൂഢ. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ ക്ഷതത്തിൽ നിന്നും ത്രാണം ചെയ്യുന്നവൻ. കാളിദാസൻ അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ക്ഷതത്തിൽ നിന്നും ത്രാണം ചെയ്യുന്ന ക്ഷത്രിയൻ കയ്യിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. ആ കയ്യിൻ്റെ ശക്തി
ഭരണകൂടത്തിൻ്റെ ശക്തി അതൊന്നും നമ്മൾ കളഞ്ഞു കുളിക്കുക ചെയ്യണത്. എനിക്കതിൽ കഴിയില്ല, എനിക്കതിൽ കഴിയില്ല, എനിക്കതിൽ കഴിയില്ല എന്നല്ല പറയേണ്ടത്. എനിക്കുണ്ട് കൈ 2 ഈശ്വരൻ തന്നത്, അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ടത് ചെയ്യും. രാവണനെ പോലെ കൈലാസമാടി ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല 20 കൈകൾ. മനുഷ്യനുള്ള എത്രയോ 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 കൈകൾ സൽപ്രവൃത്തികൾ ചെയ്യാനുള്ളതാണ്. വേദമന്ത്രം നോക്കൂ. സഹസ്രശീർഷ പുരുഷ, സഹസ്രാക്ഷ, സഹസ്രപാൽ, 1000 കണ്ണുകളും 1000 കൈകളും 1000 കാലുകളും 1000 അവയവങ്ങളും ഉള്ളവരാവട്ടെ ഹേ മനുഷ്യരെ നിങ്ങൾ ഓരോരുത്തരും. അതാണ് നാം. അപ്പോൾ ഈശ്വരൻ്റെ ആ രക്ഷിക്കാനുള്ള കൈകൾ നമുക്ക് ഭഗവാൻ തന്നിട്ട് എന്തേ നമ്മളത് ഉപയോഗിച്ചില്ല? പൃഥു മഹാരാജാവ് എഴുതി, അദ്ദേഹം ലേഖനങ്ങൾ എഴുതി, പ്രസംഗിച്ചു, എല്ലാവരെയും മാറ്റിമറിച്ചു. എൻ്റെ അച്ഛൻ നിരീശ്വരവാദി ആയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയണു, ഈശ്വരൻ എന്നൊരാളുണ്ട്. അസ്തി യജ്ഞപതിർനാമ. ഗംഭീരാണ് ആ പ്രസംഗം. ചാരു, ചിത്രപദം, ശ്ലക്ഷണം, മൃഷ്ടം, ഗൂഢം, അവിക്ലവം, സർവേഷാം ഉപകാരാർത്ഥം, സാരം, സുഷ്ഠു, മിതം, മധു. വാക്കിൻ്റെ ശക്തി നോക്കൂ. ഇതാണ് വേർഡ്, ഇതാണ് പദം, ഇതാണ് വാക്ക്. വാണി, ഈ വാണി, ഈ വാക്ക് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എന്തേ നമ്മളത് വേണ്ട പോലെ ഉപയോഗിക്കാത്തത്? ചോദിക്കുന്നു പൃഥു മഹാരാജാവ്. പൃഥ്വി, ഭൂമി എൻ്റെ മകളാണ് എന്ന് ആർക്കെങ്കിലും തോന്നാറുണ്ടോ? വേണ്ട, എൻ്റെ അമ്മയാണ് എന്ന് തോന്നിയാൽ മതി. നമ്മുടെ ഭാരതീയ പാരമ്പര്യം അങ്ങനെയാണ്. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡിതേ ഹരിപ്രിയേ നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പ്രാർത്ഥിക്കാതെ ഒരൊറ്റ ഭാരതീയനും പണ്ട് രാവിലെ എണീറ്റ് കാല മണ്ണിനോട് ചേർക്കില്ലായിരുന്നു. അങ്ങനെയുണ്ടോ ഒരു കഥ? നമ്മൾ വായ വിളിക്കും, ആ അങ്ങനെ ഉണ്ടായിരുന്നു, അത് ഞാൻ അറിഞ്ഞിട്ടില്ല. അതാണ് നമുക്കുള്ള കുഴപ്പം. എന്തുകൊണ്ട് നമ്മുടെ സംസ്കാരങ്ങളിലെ ഈ മിനിമം എത്ര ചെറുതോ ആവട്ടെ, അതാണ് സംസ്കൃത ഭാഷ. അപ്പോൾ ഭാരതീയ ഭാഷയാകുന്ന അമൃതഭാരതി, ആദ്യം പറഞ്ഞില്ലേ, ഭാരതി, വാണി, സരസ്വതി. ബ്രഹ്മാവിൻ്റെ മാത്രം ഭാര്യയല്ല, നമ്മുടെയൊക്കെ മകളാണ്, നമ്മുടെയൊക്കെ അമ്മയാണ്. ഇനി വേണമെങ്കിൽ വാക്ക് ഉപയോഗിക്കണം നിർബന്ധമാണ്, ഈ ഭാര്യയാണെന്നും പറയാം എന്നുള്ളൂ. ഇതൊന്നും ചീത്ത അർത്ഥത്തിലോ നെറ്റി ചുളിച്ച് കാണാനോ പറയണതല്ലല്ലോ പണ്ടുള്ളവർ. എൻ്റെ വാക്ക് അതെനിക്കല്ല അധികം ഉപയോഗപ്പെടേണ്ടത്, മറ്റുള്ളവർക്കാണ്. എനിക്കും ഉപയോഗപ്പെടണം. അതാണ് അന്ന് പൃഥു മഹാരാജാവ് ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചത്. വിവേകാനന്ദൻ്റെ വാക്കിൻ്റെ ശക്തി ഈ പൃഥു മഹാരാജാവിൻ്റെ പ്രസംഗത്തിൽ കാണാം. അനേക കോടി ജനങ്ങളെ ഒരുമിച്ച് ആഹ്വാനം ചെയ്യണു ഭരണാധിപൻ. ഭരണാധിപൻ്റെ പ്രസംഗം കേൾക്കാൻ ലോകത്തിലുള്ളവരൊക്കെ ഒന്നിച്ചു കൂടുന്നു. അദ്ദേഹം പറയണു, അസ്തി യജ്ഞപതിർനാമ. ഞാൻ നാസ്തികനല്ല, എൻ്റെ അച്ഛൻ നാസ്തികനായിരുന്നു, ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറയണു ഈശ്വരനുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആകാശത്തേക്ക് നോക്കൂ. അർദ്ധരാത്രി വരെ അദ്ദേഹം പ്രസംഗിച്ചാലും ഫ്ലഡ് ലിറ്റ് സ്റ്റേഡിയം പോലെ ചന്ദ്രൻ അങ്ങനെ ചിരിച്ചു നിൽക്കത്രേ. ചന്ദ്രനെ ചൂട്ടിക്കാണിച്ച് അദ്ദേഹം പറ, ജ്യോത്സ്നാവത്യ ക്വചിൽ ഭുവ. ആകാശത്ത് ചന്ദ്രൻ കാണുന്നുണ്ടോ? ജനങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ആ ചന്ദ്രൻ്റെ വെളിച്ചം എവിടുന്ന് കിട്ടി പറയൂ നിങ്ങൾ. ആരാ പറയുക? ആൾ മുഖത്തോട് മുഖം നോക്കും. അതിൻ്റെ അർത്ഥം ചന്ദ്രൻ അവിടെ കത്തിജ്വലിക്കുന്നുണ്ടെങ്കിൽ, ചന്ദ്രൻ്റെ നിലാവ് നാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പല്ലേ എവിടെയോ ഒരു സൂര്യനുണ്ട് എന്ന്? സമ്മതിക്കാണ്ട് പറ്റുമോ? ഇത് ശാസ്ത്രാനുസരമുള്ള ചോദ്യമാണ്. സൂര്യനുള്ളത് കൊണ്ട് സൂര്യൻ്റെ ചൈതന്യം ചെന്നടിച്ച് ചന്ദ്രൻ്റെ ജ്യോത്സ്നാവത്യ ക്വചിത്ഭുവ, ജ്യോത്സ്ന ചന്ദ്രിക നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഈ ചന്ദ്രികാചർച്ചിതമായ ചന്ദ്രികാധവളിതമായ ഈ പ്രപഞ്ചത്തിൽ സജ്ജനങ്ങളാണ് ഈശ്വരൻ്റെ ആ ചൈതന്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ചന്ദ്രന്മാർ. സവൈ മഹാഭാഗവതോ മഹാത്മാ മഹാനുഭാവോ മഹതാം മഹിഷ്ഠ പ്രവൃദ്ധഭക്ത്യാ ഹ്യനുഭാവിതാശയ നിവേശ്യ വൈകുണ്ഠം ഇമം വിഹാസ്യതി അലംബട ശീലധര ഗുണാകര ഹൃഷ്ടപരർധ്യ വ്യഥിതോ ദുഃഖിതേഷു അഭൂതശത്രു ജഗതശോകഹർത്ത നൈദാഘികം താപം ഈ ഓടുരാജ.
ഉടുരാജനെ പോലെ ചന്ദ്രനെപ്പോലെ ആകാശത്ത് എന്തെന്നില്ലാത്ത നിലാവ് പകർത്തിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ ഉള്ളപ്പോൾ, സജ്ജനമുള്ളപ്പോൾ, സജ്ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന നിലാവാണ് നമുക്ക് ഈശ്വരനുണ്ട് എന്ന് ഓർമ്മയുണ്ടാക്കുന്നത്. ഏതർദ്ധരാത്രിക്കും അത് സൂര്യൻ്റെ ശക്തി ചന്ദ്രനിൽ ചെന്ന് അടിച്ച് നമുക്ക് കിട്ടുന്നതാണെന്ന് പറയാൻ ധൈര്യം കിട്ടില്ലേ? കണ്ണുകൊണ്ട് കാണുന്നില്ല, ഞാൻ കണ്ണുകൊണ്ട് കണ്ടാലേ വിശ്വസിക്കുള്ളൂ. അതുകൊണ്ട് സൂര്യൻ ചത്തുപോയി, സൂര്യൻ എന്നൊരു സാധനം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ചന്ദ്രിക അനുഭവിച്ചുകൊണ്ട്. അതുപോലെ പൃഥുമഹാരാജാവിൻ്റെ പ്രസംഗ എതിരായിട്ട് കല്ലെറിയാൻ വന്നവരൊക്കെ തലയും താത്തിപ്പോയി. അദ്ദേഹത്തിൻ്റെ ആ വാഗ്ധോരണിയിൽ മുഴുകി. അങ്ങനെ ലോകം മുഴുവനും നിരാശയുടെ പടുകുഴിയിലേക്ക്, ഈശ്വരനില്ല എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുടെ ലോകത്തിലേക്ക്, അല്ലെങ്കിൽ അതൊരു പുതിയ ലോകത്തിലേക്ക് വീഴാതെ കണ്ടിരിക്കാൻ അന്ന് ഉദ്ധരിച്ച ഒരവതാരം, ഉണ്ടായ ഒരവതാരം പൃഥുമഹാരാജാവിൻ്റെ. അതുപോലെയാണ് ദശരഥൻ തൻ്റെ കുടുംബത്തിൽ, മന്ത്രിമാരുടെ കുടുംബത്തിൽ ഒരു നിരീശ്വരനെ ജാബാലിയെ വെച്ചത്. അപ്പോൾ ഒരച്ചൊരച്ചൊരച്ചൊരച്ച് രത്നത്തിൻ്റെ തിളക്കം അറിയുന്നത് പോലെ ഈശ്വരഭാവത്തിൻ്റെ തിളക്കം അറിയാൻ ഒരു നിരീശ്വരവാദി ഉണ്ടാവാം. 7 മന്ത്രിമാർ സുമന്ത്രാദികൾ ഉണ്ട്, അതിൽ ജാബാലി നിരീശ്വരനായിരുന്നു എന്ന് പറയണു. അപ്പോൾ ആ ദശരഥന് തൻ്റെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെ 4 രൂപത്തിൽ കാണാൻ സാധിച്ചു എന്നല്ലേ നമ്മൾ രാമകഥയിൽ ആസ്വദിക്കാറുള്ളത്. രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇതി സംജ്ഞയ. അവിടെ മഹർഷിമാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇതി സംജ്ഞാഭി എന്ന് തൃതീയ ബഹുവചനം വേണ്ടതായിരുന്നു. എന്തുകൊണ്ട് സംജ്ഞയ എന്ന ഏകവചനം പ്രയോഗിച്ചു? അതോ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ 4 ബഹുവചനം ആവശ്യമില്ല, ഏകവചനം. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. അതുകൊണ്ട് രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇത് സംജ്ഞയാ ദശരഥന് ഉണ്ണിയുണ്ടായി. ഒരു ഉണ്ണിയാണോ? അല്ല, 4 ഉണ്ണികൾ. വളരെ പ്രസിദ്ധമാണ്. കാളിദാസൻ പറയുന്ന ഖട്വാങ്കൻ, പിന്നെ ദിലീപൻ, പിന്നെ രഘു, പിന്നെ അജൻ. അജൻ്റെ പുത്രനായിട്ട് ദശരഥൻ, ദശരഥൻ്റെ പുത്രന്മാർ 4 പേര്. ആ ശ്രീരാമചന്ദ്രനെയാണ് ഇതാ നമുക്ക് അനുഭവിക്കാൻ വേണ്ടി അമ്മയുടെ രാമായണ മാസ ആചരണം എന്നൊരു ഘട്ടത്തിലൂടെ നമുക്ക് അമൃതവർഷമായിട്ട് നൽകണത്. രാമനാമാമൃതം, രാമകഥാസുധ, എന്ത് പേര് പറഞ്ഞാലും അധികാവില്ല. അമൃതവർഷിണി, അമൃതേശ്വരി നമുക്ക് രാമായണാമൃതം നൽകണു. രാമനെന്ന ആ ഒരേ ശക്തിയുടെ 4 ഭാവങ്ങളെ ആസ്വദിക്കാനാണ്. വിവേകാനന്ദൻ്റെ പ്രസംഗമുണ്ട് വിദേശ രാജ്യങ്ങളിൽ. രാമായണത്തിൻ്റെ മാഹാത്മ്യം, ഭാരതത്തിൻ്റെ പൈതൃകത്തിൻ്റെ മാഹാത്മ്യം, ഭാരതത്തിൻ്റെ സൗഭ്രാത്രം, ഭാരതത്തിൻ്റെ സാഹോദര്യം, ഭാരതത്തിൻ്റെ സംസ്കാരം, കടൽ കടന്നെത്തിച്ച ആദ്യത്തെ കഥ. എന്തൊരാവേശ വിവേകാനന്ദൻ്റെ വാക്കുകൾ നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് തോന്നുക. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ആദ്യം ഈ പറഞ്ഞ നിരീശ്വരവാദികളുടെ തലപൊക്കൽ. അപ്പോൾ നമുക്ക് ഏതാ ഇഷ്ടമെന്ന് നമ്മൾ ആലോചിക്കുക. ഏതൊരുത്തൻ നമ്മളോട് എന്തെല്ലാം വിഡ്ഢിത്തങ്ങൾ പറഞ്ഞാലും അതിനെയൊക്കെ ചാരു, ചിത്രപദം, ശ്ലക്ഷണം, മൃഷ്ടം, ഗൂഢം, അവിക്ലവം, സർവേഷാം ഉപകാരാർത്ഥം, സാരം, സുഷ്ഠു, മിതം, മധു ആയ വാക്കിലൂടെ പ്രതികരിക്കുക. അതിലൂടെ മാത്രം നമ്മുടെ വിശ്വാസം പകർന്നു കൊടുക്കുക.